പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. നമുക്ക് വീണ്ടും ഒരു ദിവസം കൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൂടി വരുവാൻ ദൈവം നൽകിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കൂടി വന്നിരിക്കുന്ന ഓരോരുത്തരെയും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. പാസ്റ്റർ, മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന സാജി ബ്രദർ, അതുപോലെ എല്ലാ എൽഡേഴ്സ്, ഐസക് അങ്കിൾ, ജോയി അങ്കിൾ, ബിജു ഭയ്യ, എല്ലാ ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ആഴ്ചക്കാലം നമ്മൾ പഠിച്ചത് യേശു ആകുന്ന വാതിലിലൂടെ നമ്മൾ പർപ്പസ്ഫുള്ളി നമ്മുടെ സ്പിരിറ്റിനെ കടത്തിവിടേണ്ടതാകുന്നു. ഹല്ലേലൂയ. നമ്മുടെ റൂഹേനെ ദാവീദ് ദൈവത്തിൻ്റെ കയ്യിലോട്ട് കൊടുത്തതുപോലെ നമ്മൾ പർപ്പസ്ഫുള്ളി നമ്മുടെ ആത്മാവിനെ ദൈവത്തിൻ്റെ സന്നിധിയിലോട്ട് വരമേൽപ്പിക്കുമ്പോൾ മാത്രമേ നമുക്ക് ദൈവികമായ ചിന്തകൾ, ദൈവികമായ കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയത്തുള്ളൂ. ഈ ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ട്രൂത്ത് നമ്മൾ മനസ്സിലാകാത്തത് കൊണ്ടാണ് കൂടുതൽ സമയവും സാത്താൻ നമ്മുടെ റൂഹേനെ കൈവശപ്പെടുത്തി. കാരണം നമ്മുടെ ഈ ബോഡി, നമ്മളായിരിക്കുന്ന ലോകത്തിലെ സിസ്റ്റം മുഴുവൻ, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിലുള്ളതാണ്. ചെറിയൊരു വോയിസ് നോട്ട് പോലെ ആ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിലാണെന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന, നമ്മൾ ഇടപെടുന്ന സകലമാന കാര്യവും ദുഷ്ടൻ അതിനകത്ത് കിടക്കുവാണ്, അല്ലെങ്കിൽ അതിനകത്ത് ഫുൾ പവർ, കൺട്രോൾ ദുഷ്ടനാണ്. ഹല്ലേലൂയ. ആ ഒരു കൺട്രോള് ഉള്ള ദുഷ്ടനിൽ നിന്ന് ദൈവം നമ്മളെ വിലക്ക് മേടിച്ച്, ദൈവത്തിൻ്റെ ജ്ഞാനം പകർന്ന് ദൈവം നമ്മളോട് പറയാണ്, ആ ദുഷ്ടൻ നിങ്ങളെ പിടിക്കാനായിട്ട് എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും പാതാളത്തിലോട്ട് പോകാനുള്ള ഗേറ്റേ നമ്മൾ കാണുള്ളൂ. അപ്പൊ ഇതൊക്കെ നമ്മൾ ശരിക്കും നമ്മൾ ഗ്രഹിക്കണം. അതിൽ നിന്ന് യേശു നമ്മളെ പഠിപ്പിക്കുകയാണ്, ഞാൻ വാതിലാകുന്നു. ഹല്ലേലൂയ. ആ വാതിലിലൂടെ നമ്മൾ നമ്മുടെ സ്പിരിറ്റിനെ പർപ്പസ്ഫുള്ളി കൊടുത്തു കഴിയുമ്പോൾ മാത്രമാണ് ഈ പാതാള ഗോപുരം നമ്മളെ ജയിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് പ്രൈമറി ആയിട്ട് കിടക്കുന്നുള്ളൂ. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഈ പാതാള ഗോപുരം കാരണം സർവ്വലോകം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നതാണ്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, നമ്മളെ ഈ ലോകത്തിന്റെ ഉപ്പായിട്ട്, ലോകത്തിന്റെ വെളിച്ചമായിട്ട്, അല്ലെങ്കിൽ ഈ നമ്മൾ ലോകത്തിലുള്ളവരല്ല, സെപ്പറേറ്റ് ആണെന്ന് പറയാൻ കാരണം എന്താണ്? നമ്മുടെ സ്പിരിറ്റിനെ യേശുവാകുന്ന വാതിലിലൂടെ കടത്തിയിട്ട് യേശുവിന്റെ കയ്യിൽ കൊടുത്തേക്കുവാണ്. അപ്പൊ യേശു ഈ സ്പിരിറ്റ് ത്രൂ ആണ് മനുഷ്യനെ നിയന്ത്രിക്കുന്നത്. സാത്താനാണെങ്കിലും സ്പിരിറ്റ് ത്രൂ ആണ് നിയന്ത്രിക്കുന്നത്. മാത്രമല്ല, സാത്താന് വേറെ പല വെപ്പൺസ്, ടൂൾസ്, അല്ലെങ്കിൽ സാത്താൻ അനുകൂലമായ ഘടകം ലോകം മൊത്തം ഉണ്ട്. നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാൽ അവിടെയൊക്കെ. പക്ഷെ നമ്മൾ വിശ്വാസികൾ, നമ്മളിത് അറിയണം, നമ്മളിത് പഠിപ്പിക്കണം, മനസ്സിലാവണം. ഹല്ലേലൂയ. ഇത് നമ്മൾ നമ്മൾ ഗ്രഹിക്കാതെയും ബേസിക്കലി നമ്മൾ മനസ്സിലാക്കാതെയും നമ്മൾ വെറുതെ ബുദ്ധി ഉപദേശിച്ചിട്ടുണ്ട് ഒരു കാര്യമില്ല. ബ്രെയിനിനെ നമ്മൾ ട്രെയിൻ ചെയ്ത് ഒരു മനുഷ്യനെ രക്ഷിക്കാൻ പറ്റുമെന്നാണ് വിചാരണമെങ്കിൽ അതിനേക്കാളും അതിനേക്കാളും നല്ല ടീംസ്, വേറെ പല ആൾക്കാരും നല്ല ബുദ്ധി ഉപദേശിച്ച് തരും. നല്ല മാനേജ്മെന്റ് വിദഗ്ധരുണ്ട്, നല്ല മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഉണ്ട്, നല്ല പുതിയ ടെക്നിക്സ് അറിയാവുന്ന, ടാറ്റിക്സ് അറിയാവുന്ന. ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഈ നമുക്ക് ബൈബിളിലെ എന്താണ് നമുക്ക് അറിയാൻ ഡൗട്ട് ഉണ്ടെന്ന് ചുമ്മാ അതിനകത്ത് ഏതെങ്കിലും ആർട്ടിഫിഷ്യൽ ചാറ്റ് ജിപിടിയിലോ മെറ്റയിലോ ഡീപ് സീക്കിലോ ഒന്ന് കൊടുത്തു നോക്ക്. അതിൻ്റെ സകലമായ ഡീറ്റെയിൽസും അത് പറഞ്ഞുതരും. അതായത് നമ്മൾ ഈ പറഞ്ഞ മാതിരി ബൈബിൾ ആണെങ്കിൽ പോലും, സീരിയസ്ലി ഐ വാണ്ട് ടു ടെൽ യു ദ ഫാക്ട്, ബൈബിളിലെ ഹിസ്റ്ററി പഠിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ജസ്റ്റ് ബൈബിളിലെ ഏത് പോർഷൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോണ്ടസ്റ്റ്, തിയോളജിക്കൽ കോണ്ടസ്റ്റ് ആണെങ്കിൽ ആ രീതിയിൽ, ഹിസ്റ്റോറിക്കൽ കോണ്ടസ്റ്റ് ആണെങ്കിൽ ആ രീതിയിൽ, ഫിലോസഫിക്കൽ കോണ്ടസ്റ്റിലാണെങ്കിൽ ആ രീതിയിൽ, എന്ത് രീതിയിൽ വേണം അതൊക്കെ പറഞ്ഞുതരും. സോ നമ്മുടെ ബൈബിൾ ജ്ഞാനം പറയുന്നത് ഈ വക സാധനമാണെങ്കിൽ ഇതിനൊക്കെ നമ്മളെക്കാളും സൂപ്പർസീഡ് ചെയ്യുന്ന സാധനങ്ങൾ ഓൾറെഡി വന്നു പോയി. സോ വി നീഡ് ഹോളി സ്പിരിറ്റ്.
ഹല്ലേലൂയ. വി നീഡ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് എന്ന ഇതിന്റെ ഓർഡർ, പരിശുദ്ധാത്മാവ് എന്ന ദൈവം, പരിശുദ്ധാത്മാവ് എന്ന ആ സിസ്റ്റത്തിൽ നമ്മൾ ജീവിച്ചാൽ മാത്രമേ ദൈവം ഉദ്ദേശിക്കുന്ന സിസ്റ്റത്തിലൂടെ നമ്മൾ വരുള്ളൂ. ഹല്ലേലൂയ. അതല്ല നമ്മൾ ജസ്റ്റ് ചരിത്രം അറിയാൻ വേണ്ടി, നോ, അത് പണ്ട് കാലമായിരുന്നു. അതല്ല ഇടപാട്. അതൊക്കെ സംശയമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഏത് പോർഷൻ നിങ്ങൾക്ക് വേണോ അത് ഇതിനകത്ത് അടിച്ചു നോക്ക്. അതായത് ഒരു പർട്ടിക്കുലർ വാക്യം എടുത്തിട്ട് ആ വാക്യം എടുത്തുകൊണ്ട് പേസ്റ്റ് ചെയ്തിട്ട് ഐ നീഡ് ഫിലോസഫിക്കൽ കോണ്ടസ്റ്റ് ഓഫ് ദിസ് വൺ, ഗീവ് മോർ ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ ഐ നീഡ് psychological contest of this one, it will give, and or I need theological contest, it will give, I need historical details of this particular thing, it will give. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഒരു 10 വർഷം ഈ കത്തോലിക്കരൊക്കെ ബൈബിൾ അവരുടെ പഠന രീതിയിൽ പഠിച്ചാൽ പോലും അവർക്കും മനസ്സിലാകാത്ത കാര്യം നിമിഷ നേരം കൊണ്ട് നമ്മുടെ മുമ്പിലെത്തും. ഹല്ലേലൂയ. സോ അതൊന്നും നമ്മളെ രക്ഷിക്കില്ല കേട്ടോ. Even the knowledge, the historic, such knowledge will not help. We need God, we need Jesus. He is the way, He is the life, He is the truth. അത് നടക്കണമെങ്കിൽ നമ്മുടെ ആത്മാവിനെ യേശുവിന്റെ കയ്യിലോട്ട് നമ്മൾ പർപ്പസ്ഫുള്ളി കൊടുക്കുമ്പോൾ, യേശു ആ നമ്മുടെ ബോസ്, യേശു ആ നമ്മളെ നടത്തുന്നവൻ, അവനാ ഹല്ലേലൂയ കാര്യങ്ങളെ നിശ്ചയിച്ച് നമ്മളെ മുന്നോട്ട് നടത്തുകയും നമ്മളിലൂടെ ദൈവം എന്ത് ഉദ്ദേശിച്ചോ ആ കാര്യങ്ങൾ മുഴുവൻ ഫുൾഫിൽ ചെയ്യുവാൻ ശക്തനായ പവർഫുള്ളായ ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച കാലം നമ്മളത് പഠിച്ചുകൊണ്ടിരുന്നത്, ഇതിനകത്തൊക്കെ പ്രാർത്ഥന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഹല്ലേലൂയ. നമ്മളിപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ നമ്മൾ തെളിച്ചമായി അല്ലെങ്കിൽ വെളിച്ചമായി നമുക്ക് തിരിയും. ഞാൻ പ്രാക്ടീസ് ചെയ്ത അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്ത കാര്യം ഞാൻ പറയാം. നിങ്ങൾ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു, യേശുവിന്റെ നാമത്തിൽ എൻ്റെ ബുദ്ധിമണ്ഡലത്തെ ഞാൻ യേശുവിന്റെ നാമത്തിൽ കെട്ടുന്നു, യേശുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ ആത്മാവിനെ ഞാൻ യേശുവിന്റെ കൈ തരുന്നു, യേശുവെ എന്നോട് സംസാരിച്ചാട്ടെ എന്ന് വിശ്വാസത്തോടെ വളരെ ബോധത്തോടെ ഇന്ന് പ്രാർത്ഥിച്ചു നോക്ക്. പരിശുദ്ധാത്മാവ് പറയുന്നത് കൃത്യമായി നമുക്ക് കേൾക്കാൻ പറ്റും. കാരണം അത്ര നാള് നമ്മളെ തടഞ്ഞു വെച്ചിട്ട് അന്ധകാര ശക്തിയെ നമ്മൾ പൂട്ടി. ഹല്ലേലൂയ. എന്നിട്ട് പരിശുദ്ധാത്മാവ് നമ്മളോട് സംവേദിക്കും. വളരെ ഈസി ആയിട്ട് കേൾക്കാൻ പറ്റും. എനിക്കിത് പറ്റിയായിരുന്നു കേട്ടോ. ഞാനത് ആ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ, യു ക്യാൻ ട്രൈ ഓൾസോ. എനിക്കത് പറ്റിയായിരുന്നു. ഇറ്റ്സ് മൈ പേഴ്സണൽ എക്സ്പീരിയൻസ്. ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ യേശുവിന്റെ നാമത്തിൽ എൻ്റെ ബുദ്ധിമണ്ഡലത്തെ അല്ലെങ്കിൽ എൻ്റെ ആ മാനുഷിക സിസ്റ്റത്തെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. എന്നിട്ട് പരിശുദ്ധാത്മാവെ എന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിന്റെ വ്യക്തമായ, വളരെ സ്മൂത്തായിട്ട് നമുക്ക് വ്യക്തമായി കേൾക്കാൻ പറ്റും, വ്യക്തമായി നമുക്ക് അത് അനുഭവിക്കാൻ പറ്റും. ഹല്ലേലൂയ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആത്മീയമായ പയ്യെ നമ്മൾ ആ ലെവല് പൊങ്ങി വരുവാണ്. പക്ഷെ എന്നെ ദൈവം പഠിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഫണ്ടമെന്റലി നമ്മൾ പഠിക്കേണ്ടായിരുന്നു. നമ്മുടെ പഠന രീതിക്കുള്ള പ്രശ്നമായതുകൊണ്ടാണ് നമ്മൾ വേറെ ഏതാണ്ടൊക്കെ ചരിത്ര സത്യം പഠിച്ചിട്ട് ഈ വെറുതെ ഇത്രയും നാൾ കളഞ്ഞു. അതൊന്നും അല്ല. പരിശുദ്ധാത്മാവിന്, യേശുവിനെ നമുക്ക് കിട്ടാതെ, യേശു നമ്മളിൽ പ്രവർത്തിക്കാതെ, യേശു നമ്മളിൽ ആവാതെ, നമ്മൾ യേശുവിലാവാതെ ഈ സിസ്റ്റത്തിൽ വന്നിട്ട് പോലും ഒരു കാര്യമില്ല. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാര്യം പറഞ്ഞു. ഈ ആ വക നോളജ് ആണെങ്കിൽ എന്ത് വേണം നോളജ്, അതൊക്കെ അവിടെ റെഡിയാണ്. ഹല്ലേലൂയ. അപ്പോ നമ്മൾ ദൈവത്തിന്റെ ആ ഒരു യഥാർത്ഥ ഡിസൈനിൽ തന്നെ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ കൂടുതൽ ആഴത്തിൽ നമുക്ക് ഗ്രഹിക്കുവാൻ പറ്റും. ഹല്ലേലൂയ. പ്രാർത്ഥന ഞാൻ പറഞ്ഞല്ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം. ഹല്ലേലൂയ. യേശു തന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ഒരു മെയിനായിട്ടുള്ള കാര്യം, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ ശിഷ്യന്മാരുടെ സമയത്ത് പഠിപ്പിച്ചു. പ്രാർത്ഥന പഠിപ്പിച്ചപ്പോഴും ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. കാരണം എന്താണെന്നറിയാവോ? ഇപ്പൊ ഞാൻ പറയുന്ന സാധനം, അതായത് സാത്താൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ സ്പിരിറ്റിനെ കയറി അള്ളിപ്പിടിക്കാൻ, നമ്മുടെ സ്പിരിറ്റിനെ അക്സസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. നമ്മൾ ഈ പ്രാർത്ഥനയിലുള്ള എന്താണ് നടക്കുന്നത്? യേശുവിന് എന്ത് ചെയ്യാൻ പറ്റും? ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ആ സാധനത്തിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. അപ്പോ വേറൊരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവം ഓർപ്പിച്ച പ്രാർത്ഥിക്കാൻ ആ ശിഷ്യന്മാർ അവിടെ ഉറങ്ങിയപ്പോൾ യേശു വാൺ ചെയ്തത് നിങ്ങൾ പരീക്ഷയിൽ അകപ്പെട്ടു പോകും. അതാണ് പ്രാർത്ഥന എന്നുള്ളത്. ഓഫ് കോഴ്സ് ഇത് വലിയ ടോപ്പിക്കാണ്. പല കാര്യങ്ങൾ ദൈവത്തിന്റെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ, ദൈവം നമ്മളോട് കാര്യം പറയും അല്ലെങ്കിൽ കാര്യം മനസ്സിലാക്കി തരും. കാര്യം തരൂല കേട്ടോ. ദൈവം നമ്മളെ ഒരു കാര്യം പഠിപ്പിക്കും, മനസ്സിലാക്കും. അത് വചനത്തിലൂടെയോ എന്ത് രീതിയിലാണ്. ദൈവത്തിന്റെ സിസ്റ്റം ഏതാ? ഞാൻ മനസ്സിലാക്കിയ വർഷങ്ങളായിട്ട് പഠിപ്പിച്ച് ദൈവം എന്നെ പഠിപ്പിച്ച സിസ്റ്റമാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ പഠിച്ച ഈ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ
ബേസിക്കലി ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സിസ്റ്റമാണ്. വചനത്തിലൂടെ അല്ലെങ്കിൽ എന്തെങ്കിലും ദൈവികമായ സിസ്റ്റത്തിലൂടെ ദൈവം ഒരു കാര്യം പറയും, ഇൻഫർമേഷൻ തരും. ഇൻഫർമേഷൻ തന്നു എന്ന് പറഞ്ഞ് നമ്മളത് കിട്ടിയെന്ന് വിചാരിക്കരുത്. ജസ്റ്റ് ഇൻഫർമേഷൻ. ഇനി നമുക്കത് കിട്ടണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ച് ദൈവത്തോട് ചോദിക്കണം, ദൈവമേ അങ്ങ് പറഞ്ഞ ഈ കാര്യം എനിക്ക് വേണമെന്ന് നമ്മൾ എപ്പോൾ ചോദിക്കുന്നോ അപ്പം മുതലേ ദൈവം അത് റിലീസ് ചെയ്യാനുള്ള പരിപാടി തുടങ്ങുള്ളൂ. മറ്റേത് ജസ്റ്റ് ഇൻഫർമേഷനേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. കാരണം നമ്മൾ പലപ്പോഴും ദൈവം ഒരു കാര്യം ഇടപെട്ടപ്പോൾ നമ്മൾ ഓർത്തത് കിട്ടിപ്പോയി. അയ്യോ, കിട്ടിപ്പോയിട്ടില്ല. ദൈവം അത് നമുക്ക് തരാനായിട്ട് ദൈവം അവിടെ അപ്രൂവ് ചെയ്ത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഉദ്ദേശം പറഞ്ഞേ ഉള്ളൂ. നമ്മൾ പക്ഷേ ഈ സാധനം ചോദിച്ച് നമ്മൾ മേടിച്ചോണം. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ ഉള്ള ഒരു ബേസിക്കലായിട്ട് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ, പ്രാർത്ഥനയുടെ ടാക്ടിക്സ്, ടെക്നിക്സ് ഉണ്ട്. ഹല്ലേലൂയ. നമ്മൾ വളരെ ഈ കാര്യത്തിൽ അലർട്ടായിരിക്കണം. നമ്മൾ വളരെ ശ്രദ്ധാലുവായിരിക്കണം. ഹല്ലേലൂയ. പിന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കാലം കണ്ട ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഈ സാത്താൻ എപ്പോഴും നമ്മൾ അക്സസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാണ് നമുക്ക് ദൈവം ആ ചാവി, ആ കീ തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ വ്യക്തമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഈ ദുഷ്ടപിശാച് നമ്മളെ ആക്സസ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. ഓഫ് കോഴ്സ് നമ്മൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കണം. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ദൈവം ചില സമയത്ത് പറയും, ആ ദുഷ്ടപിശാചിനെ ചിലപ്പോൾ ബന്ധിക്കാൻ പറയും, ചിലപ്പോൾ അതിനെ ചില സാത്താൻ ഓൾറെഡി നമ്മുടെ കാര്യത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ, ചില ജീവിതത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനെ അഴിച്ചു മാറ്റാൻ പറയും. ഇതൊക്കെ പരിശുദ്ധാത്മാവ് പറയുന്നതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. ഹല്ലേലൂയ. അപ്പോൾ അത് ആ സമയത്ത് നമ്മൾ ചാവി ഉപയോഗിച്ചോണം. അപ്പോൾ ആ ചാവി സ്വർഗരാജ്യത്തിന്റെ താക്കോലാണ്. നമ്മളത് ഉപയോഗിക്കാതിരുന്നാൽ സ്വർഗരാജ്യമാണ് റിസ്ക് ചെയ്യുക, അല്ലെങ്കിൽ അത്ര വലിയ റിസ്ക് ആണ്. ഹല്ലേലൂയ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധാലുവായിട്ട് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് കേട്ട് മനസ്സിലാക്കി അതനുസരിച്ച് മുന്നോട്ട് പോകേണ്ടത് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ പഠിച്ച ആ കാര്യം, രഹസ്യത്തിൽ, ഇതൊക്കെ രഹസ്യത്തിൽ കാണുന്ന പിതാവ് എന്നുള്ള ആ ഒരു പോയിന്റിൽ നിന്നാണ് വന്നത്. അത് മത്തായി സുവിശേഷം 6-ാം അധ്യായം 17-18 വാക്യങ്ങളിലും ഉപവാസ സമയത്ത് 2-3 സമയത്ത് ഈ രഹസ്യത്തിലുള്ള പിതാവെന്ന് നമുക്ക് പല കോണ്ടസ്റ്റിലായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഈ ഉപവസിക്കുന്ന സമയത്ത് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, 6-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങൾ, നീയോ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക, രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ഹല്ലേലൂയ. അപ്പോ ഈ രഹസ്യത്തിൽ കാണുന്ന പിതാവെന്ന് ദൈവം എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ആശയം ഒത്തിരി ഭയങ്കരമാണ്, ഒത്തിരി ആഴത്തിലുള്ള കാര്യമാണ്. ഹല്ലേലൂയ. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം എന്ന് പറയുന്നത്, ദൈവം നമ്മളെ പേഴ്സണലിയാണ് വിളിച്ചിരിക്കുന്നത്. നമ്മൾ ദൈവവുമായിട്ടുള്ള ഇടപാട് പേഴ്സണൽ, അല്ലെങ്കിൽ ദൈവവും നമ്മളുമായിട്ടുള്ള ഇടപാടാണ്. ഹല്ലേലൂയ. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പങ്കാളിക്ക് പോലും അതിനകത്തൊരു ഇത് ഒന്നുമില്ല. അല്ലെങ്കിൽ ആ ഒരു കാര്യമാണ് ദൈവം ഇന്ന് ചില ഡീറ്റെയിൽ, ചില പ്രാക്ടിക്കലായിട്ടുള്ള ചില കാര്യങ്ങളിലൂടെ ദൈവം ഇന്ന് നമ്മളെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ വളരെ ഇതൊക്കെ അത് പറയുമ്പോൾ തന്നെ അതിലൂടെ ചില വചന സത്യങ്ങളെ ദൈവം എന്നോട് പറയാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറയുവാനും ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നമുക്ക് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 22-ന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. അതിനുശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാമെ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോരിയാദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്ന് അരുളി ചെയ്തു. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി ബാല്യക്കാരിൽ 2 പേരെയും തൻ്റെ മകൻ ഇസഹാക്കിനെയും കൂട്ടി ഹോമയാഗത്തിന് വിറക് കീറി എടുത്തും കൊണ്ട് പുറപ്പെട്ടു. ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്ത് പോയി 3-ാം ദിവസം അബ്രഹാം നോക്കി ദൂരത്ത് ആ സ്ഥലം കണ്ടു. അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പീൻ,
ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഞാന് ഈ ഓഫ് കോഴ്സ് ഞാൻ ആദ്യം പറഞ്ഞ സംഭവം ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പം ഓഫ് കോഴ്സ് ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് പിന്നെയും ആ ഹിസ്റ്ററി ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പക്ഷേ ദൈവത്തിന്റെ ചില പരിശുദ്ധാത്മാവ് എന്നെ ഓർമ്മപ്പെടുത്തിയ നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ആണ് ഞാനത് വായിച്ചത്. ഹല്ലേലൂയ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കേസ്, ഒന്ന് കേൾക്കുന്ന ഒരു അബ്രഹാം. ഇവിടെ എന്താ എഴുതിയേക്കുന്നത്? അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, നമ്മൾ കേൾക്കണം. എപ്പം വിളിച്ചാലും കേൾക്കാൻ തയ്യാറായിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളും ദൈവമായിട്ടുള്ള ബന്ധം അങ്ങനെ ആയിരിക്കണം. ഹല്ലേലൂയ. ഇനി വേറൊരു അതിന്റെ ഒരു എക്സ്ട്രീം ആയിട്ടൊരു വേറെ കാര്യം പറയാം. ഇതൊക്കെ അത് അബ്രഹാം ഒരു നോർമൽ ആയിട്ടുള്ള ജീവിത രീതിയിൽ അബ്രഹാം ആത്മീയ രീതിയിൽ തന്നെയാ ആണെന്ന് വെച്ചോ. അവൻ കേൾക്കുന്നു, അല്ലെങ്കിൽ അവൻ കേൾക്കാൻ പാകത്തിനാ. പക്ഷേ ഈ ദൈവം പറഞ്ഞിട്ട് ആ മകനെ കെട്ടി യാഗപീഠത്തില് വെച്ചിട്ട് ഈ കൈ ഇങ്ങനെ ഓങ്ങിയ സമയത്തില്ലേ, അപ്പോഴും ദൈവം വിളിച്ചു, അപ്പോഴും കേട്ടു. കേട്ടില്ലായിരുന്നെങ്കിലോ, ഹല്ലേലൂയ, കേട്ടില്ലായിരുന്നെങ്കിൽ കത്തി ആ മകനെ പിളർത്തേനെ. പ്രിയ ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് എന്നോട് പറയാൻ പറഞ്ഞു. പലപ്പോഴും ദൈവം പല കാര്യങ്ങളും നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പല കാര്യങ്ങളും നമ്മളെ ഇൻഫോം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പലപ്പോഴും നമുക്ക് കേൾക്കാൻ മനസ്സില്ല. കേൾക്കാനുള്ള ഒരു സിസ്റ്റത്തിലല്ലായിരിക്കും നമ്മൾ. പലപ്പോഴും നമ്മുടെ ആ റൂഹ അക്സസ് ചെയ്ത് വെച്ചേക്കുന്നത് സാത്താനായിരിക്കും. പക്ഷേ ആ റൂഹനെ നമ്മൾ കുറച്ച് മുമ്പ് നമ്മൾ ചിന്തിച്ചതുപോലെ ആ റൂഹനെ യേശുവിന്റെ കയ്യിൽ നിന്ന് കൊടുത്തു നോക്കൂ. എപ്പോഴും എപ്പം വിളിച്ചാലും വി ആർ റെഡി, വി ക്യാൻ ഹിയർ. യെസ്, ഹല്ലേലൂയ. അത് വളരെ ഇമ്പോർട്ടൻ്റാ. പലപ്പോഴും യേശു നമ്മളോട് പല കാര്യങ്ങൾ, നമ്മൾ പല അബദ്ധങ്ങളിൽ ചെന്ന് ചാടാനതിന്റെ കാരണം എന്താണെന്നറിയോ? ഹല്ലേലൂയ. ആമേൻ. ഞാൻ സീരിയസ്ലി എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലും ഇതിലോ പറയണേ, നമുക്കൊരു പ്രശ്നമോ സംഭവങ്ങളോ വരുവാണെങ്കിൽ സാധാരണഗതിയിൽ ഇങ്ങനെ കേൾക്കുന്ന മനുഷ്യനാണെങ്കിൽ അയാളെ ദൈവം മുന്നേ അറിയിക്കും. പൗലോസിനെയൊക്കെ അറിയിച്ചിട്ടില്ലേ? എന്നെയൊക്കെ എത്ര പ്രാവശ്യം അറിയിച്ചിട്ടുണ്ട്. മീൻസ് അത് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഭയങ്കര ഒരു എക്സ്ട്രാ ഓർഡിനറി ആത്മീയൊന്നുമല്ല. എന്നും നാം ഡിസ്കസ് ചെയ്യുന്ന എൻ്റെ ഒരു സുഹൃത്താണ് ദൈവമെങ്കിൽ, എന്നും അവനുമായിട്ട് ഉള്ള ഒരു ഫെലോഷിപ്പ് ഉണ്ടെങ്കിൽ, എന്നും അവനിൽ നിന്ന് കേൾക്കുവാണെങ്കിൽ, ഒരു കാര്യം സംഭവിക്കാൻ പോണേ അവൻ യെസ്, നമ്മൾ ബൈബിളിൽ തന്നെ വായിച്ചില്ല അബ്രഹാമിന്റെ കാര്യം. യെസ്, എൻ്റെ സ്നേഹിതനായ അബ്രഹാമിനോട് ഞാനിത് മറച്ചു വെക്കുമോ? ഇത് ചുമ്മാ ഒന്നും പറയണല്ല. ഹല്ലേലൂയ. ആ ദൈവത്തോട് എന്നും കേൾക്കാൻ തയ്യാറായി അങ്ങനെ ഒരു സംഭവം ആണെങ്കിൽ ഉണ്ടല്ലോ, എന്ത് അനർത്ഥമോ എന്ത് പ്രശ്നമോ അല്ലെങ്കിൽ നമ്മുടെ അധികാര പരിധിയിൽ ഇരിക്കുന്ന കുടുംബമോ നമ്മുടെ ജോലി സംബന്ധമായ നമ്മുടെ അധികാര പരിധി, ദൈവം നമ്മളെ ഏൽപ്പിച്ച അധികാര പരിധിയിൽ നിൽക്കുന്ന എന്ത് പ്രശ്നത്തിൽ ഒരു നെഗറ്റീവായിട്ട് വരാൻ പോകുന്നെങ്കിൽ ദൈവം നമ്മളെ മുന്നേ അറിയിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ കേൾക്കുന്ന ഒരു സിസ്റ്റത്തിലായിരിക്കണം. ഹല്ലേലൂയ. നമ്മൾ ആ ഒരു നിലവാരത്തിൽ തന്നെ യെസ്, ഹല്ലേലൂയ, നമ്മളായിരിക്കണം. ഹല്ലേലൂയ. പലപ്പോഴും ദൈവം നമ്മളെ ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ യെസ് മുട്ടി വിളിക്കുന്നു. യെസ്, അവൻ പലപ്പോഴും യെസ് നമ്മളെ വിളിച്ചിട്ട് നമ്മൾ കേൾക്കുന്നില്ല, മനസ്സിൽ പോലും ആകുന്നില്ല. കാരണം എന്താ? ബേസിക്കലി നമുക്ക് ഈ സിസ്റ്റം ഒന്നും അറിയില്ല. നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ റൂഹേനെ ഒന്നും ദൈവത്തിന്റെ കൊടുത്തിട്ടില്ല, അതിനെക്കുറിച്ച് ആരും പഠിപ്പിച്ചിട്ടില്ല, കേട്ടിട്ടില്ല. എന്റെ കേസാ പറഞ്ഞേ. ഇത് ദൈവം എന്നെ വെളിപ്പെടുത്തുന്നത് എനിക്കറിയില്ല. ഞാൻ ഫ്രാങ്കായിട്ടാ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാനിത് പിന്നെ എംഫസൈസ് ചെയ്ത് പഠിക്കണേ. അല്ലല്ലോ, ഈ കാര്യം മനസ്സിലായില്ലെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റാ. ദൈവം, അതായത് സാത്താന് ഫുൾ ചാൻസ് ഉണ്ട്, ഫുൾ ആക്സസ് ഉണ്ട്, എങ്ങനെയെങ്കിലും ഉള്ളിൽ കയറാൻ പറ്റും. പക്ഷെ നമ്മളാകുന്ന സത്യം മനസ്സിലായ നമ്മുടെ കപ്പാസിറ്റിയില്ല, നമ്മുടെ സ്പിരിറ്റിരിക്കുന്ന നമ്മുടെ സ്പിരിറ്റിനെ പർപ്പസ്ഫുള്ളി യേശുവിൻ്റെ കൊടുത്തു നോക്കും. പർപ്പസ്ഫുള്ളി നമ്മുടെ മാനുഷിക ബുദ്ധിനെ യേശുവിൻ്റെ അത് ബന്ധിക്ക്, സാത്താനെ ബന്ധിക്ക്, പരിശുദ്ധാത്മാവ് സംസാരിച്ചു തുടങ്ങും. നമ്മുടെ ലൈഫ് തന്നെ വ്യത്യാസമായിരിക്കും. ഹല്ലേലൂയ. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ ബേസിക്കലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കേസ്. അപ്പൊ ഞാൻ ഈ കുറച്ചു മുമ്പ് വായിച്ച അത് എന്തിനാ പറയണെന്ന് വെച്ചാൽ, ആ ഒരു കാര്യം നമുക്കറിയാം. ദൈവം അത്രയും വലിയൊരു കാര്യം പറഞ്ഞത് അബ്രഹാമിന് സുഖമുള്ള കാര്യമല്ലല്ലോ. അബ്രഹാമിനെ സംബന്ധിച്ച്
ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് അബ്രഹാമിനോട് ദൈവം പറഞ്ഞത്. എന്നിട്ടും അതാണ് ഈ ദൈവവും അബ്രഹാമും തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ ഇടപാട്. ഹല്ലേലൂയ. അതായത് സ്വന്തം അത്രയും നാൾ ഒരു മകനെ ഓൾറെഡി പറഞ്ഞു വിട്ടു, എന്നിട്ട് ആറ്റുനോറ്റിരുന്ന ഈ മകനെ അവിടെ ഈ ദൈവം ഭയങ്കര പരീക്ഷണമാണോ കൊടുത്തത്. നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഓ ജീസസ്, ഇറ്റ് വാസ് സോ ടഫ് ആൻഡ് ക്രൂവൽ ഇൻ നോർമൽ സെൻസ്. അല്ലേ? ഞാൻ കുറച്ച് മുമ്പ് രഹസ്യത്തിൽ കാണുന്ന ഒരു പിതാവ്, ഈ സംഭവം അബ്രഹാം അത് രഹസ്യത്തിൽ തന്നെ ഡീൽ ചെയ്തേ. കാരണം ഇതൊന്നും അബ്സോർബ് ചെയ്യാൻ, ഇതൊന്നും ടോളറേറ്റ് ചെയ്യാൻ ഒരുപക്ഷെ സാറയ്ക്കോ അല്ലെങ്കിൽ അബ്രഹാമിന്റെ മറ്റാൾക്കോ അല്ലെങ്കിൽ ഈവൻ ആ ലാസ്റ്റ് മൊമെന്റിലൊക്കെ ആയിരിക്കും ഒരുപക്ഷെ, യെസ് ഓഫ് കോഴ്സ് ലാസ്റ്റ് മൊമെന്റിലാണ് ഈവൻ ഇസഹാക്കിനെ പോലും അറിയിച്ചത്. ഈ രഹസ്യത്തിൽ കാണുന്ന പിതാവ് എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ, നമ്മൾ ആ പിതാവുമായിട്ട് ഒരു സ്നേഹബന്ധത്തിൽ അല്ലെങ്കിൽ ആ രഹസ്യം കീപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ ചിലപ്പോൾ ആ പിതാവ് പറയുന്ന, നമ്മൾ ആത്മീയമായിട്ട് ഉയർന്നു വരുമ്പോൾ ആ പിതാവ് അല്ലെങ്കിൽ ദൈവം നമ്മളെക്കുറിച്ചുള്ള പ്ലാൻസ് അത് ഡൈജസ്റ്റ് ചെയ്യാൻ നമ്മുടെ കൂട്ടു സഹോദരങ്ങൾക്കോ നമ്മുടെ ലൈഫ് പാർട്ട്നേഴ്സിനൊന്നും ചിലപ്പോൾ പക്ഷെ കഴിഞ്ഞൊന്നും വരില്ല. അതെ. അപ്പോൾ നമുക്ക് ഈ ആദാമിന് പറ്റരുത്, അല്ലെങ്കിൽ അവിടെ ആ ഒരു സംഭവത്തിൽ അതായത് ദർ ആർ സംതിങ്, അത് ചില കാര്യങ്ങളുണ്ട്, അത് നമ്മൾ ദൈവവുമായിട്ട് രഹസ്യത്തിലുള്ള, ദൈവം തന്നെ നമ്മളെ സജസ്റ്റ് ചെയ്യുന്ന ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധം അത്രയും ആ ലെവലിൽ എലിവേറ്റ് ചെയ്ത് വരണമെന്നാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ഈ കാര്യം ഞാൻ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നുകൊണ്ട് പറഞ്ഞത്, രഹസ്യം എന്ന് പറയുമ്പോൾ ആ ഒരു ലെവലിലുള്ള ഒരു ബന്ധം യേശു ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെക്കുറിച്ച് ഓരോരുത്തരെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവം ആ ലെവലിലോട്ട് ആമേൻ ഹല്ലേലൂയ യെസ് നമ്മൾ ഓരോരുത്തരും ആയിത്തീരാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയും ഭയങ്കരമായി താല്പര്യപ്പെടുകയും ചെയ്യുന്നതാണ്. ഹല്ലേലൂയ. പലപ്പോഴും അതിനകത്ത് പ്രശ്നം ഇരിക്കുന്നത് ഞാനൊക്കെ പണ്ടൊക്കെ ഓർത്തിരിക്കും നമ്മുടെ റിബല്യസ്നെസ്സും നമ്മുടേതായ ഭയങ്കര അഴുക്ക് സ്വഭാവവും ഇതൊക്കെയാ. ശരിക്കും ഇതൊന്നും അല്ല. ആക്ച്വലി നമുക്ക് വചനം അറിയില്ലാത്തതുകൊണ്ടാ. ഇഫ് യു നോ ദ ടാക്ടിക്സ്, സാത്താൻ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്ന അറിയാവുന്ന ആ ഒരു സംഭവം നമുക്ക് അറിയാമെങ്കിൽ വളരെ ഈസിയാണ്. ഇപ്പം ഞാനീ പറഞ്ഞ ഈ സ്പിരിറ്റിനെ തന്നെ യേശുവിൻ്റെ കൊടുത്തു നോക്കുക, അത് വൺസ് മനസ്സിലായ ഒരു സിമ്പിളാണ്. നമ്മുടെ ജീവിതം തന്നെ മാറും. സാത്താന് പിന്നെ അതായത് ഞാൻ ഫ്രാങ്ക്ലി പറയാം, ഇപ്പം നമ്മുടെയൊക്കെ ചില സമയത്ത് സാത്താൻ അല്ലെങ്കിൽ നമ്മുടെ ഭയങ്കര ചിന്താഭാരങ്ങൾ, ഭയങ്കരമായി ഞാൻ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ എവിടെ പോകും, ഈ കാര്യം എന്ത് ചെയ്യും, അല്ലെങ്കിൽ അവൻ എന്നെ അങ്ങനെ പറഞ്ഞുവല്ലോ എന്നൊക്കെ വിഷമം. ശരിക്കും വാട്ട് ഈസ് ഹാപ്പനിങ് ആക്ച്വലി, നമ്മുടെ സ്പിരിറ്റിനകത്തോട്ട് ഈ ദുഷ്ടപിശാച് ആ ചിന്ത കടത്തി വിട്ടിട്ട് ആ ചിന്ത നമ്മുടെ സോളിനെയും നമ്മുടെ ബോഡീനെയും ഒക്കെ കാർന്ന് തിന്നുക. ഇതാണ് സംഭവിക്കണേ. അപ്പൊ ഒരു ദൈവ പൈതലായ ഈ കാര്യം അറിയാവുന്ന നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? യേശുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്പിരിറ്റിനെ യേശുവിന്റെ കൊടുക്കുന്നു. സാത്താനെ നിന്റെ ആശയം കേൾക്കാനല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. സാത്താനെ നീ എന്നോട് സംസാരിക്കട്ടെ, യേശുവിന്റെ നാമം ഞാൻ നിന്നെ ബന്ധിക്കുന്നു. യെസ്, ഗെറ്റ് ബിഹൈൻഡ് മീ സാത്താൻ എന്ന് കമാൻഡ് ചെയ്ത് നോക്ക്. ഈ ചിന്ത എവിടെ പോണെന്ന് അറിയില്ല. ട്രൈ ഇറ്റ്. നമ്മുടെ പല പ്രശ്നവും മാറും. ഈ ദുഷ്ടപിശാച് നമ്മൾ വെറും പൊട്ടന്മാരാക്കാണ്. അതായത് ഈ ചിന്തകളെ കൊണ്ട് കെട്ടി ഇല്ലാത്ത കാര്യം വിശ്വസിപ്പിച്ച് നമ്മൾ വെറുതെ തീ തിന്നുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ സാത്താന്റെ വാക്ക് കേൾക്കാനല്ല ഇരിക്കുന്നത്. യേശു എന്നെ വിളിച്ചത്, വേർതിരിച്ചത്, ആക്കി വെച്ചത് നിത്യജീവൻ തരാനാ. അവൻ കേൾക്കാൻ, അവൻ പറയുന്ന ബുദ്ധി കേൾക്കാനാണ്. അവന്റെ സാമാൻ എത്ര വലിയ പ്രശ്നമാണെങ്കിലും യേശുവിന് കൈകാര്യം ചെയ്യാത്ത കാര്യമില്ല. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, യൂസ് ഇറ്റ്. ഹല്ലേലൂയ. അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പഠനത്തിന്റെ പ്രശ്നമാണ്. നമുക്ക് ഈ സിസ്റ്റം നമ്മളെ ആദ്യമേ തന്നെ പഠിച്ചായിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും നാള് ചിലപ്പം നമ്മൾ കൂളായിട്ട് പോയേനെ, അല്ലെങ്കിൽ വളരെ ഇതിന്റെ 10 മടങ്ങ് ഔട്ട്പുട്ട് നമ്മുടെ ജീവിതത്തിൽ വന്നേനെ. ഹല്ലേലൂയ. ദുഷ്ടപിശാച് അവൻ ആ വചനം മനസ്സിലാക്കി തരാതെ അവൻ നമ്മളെ ബന്ധിച്ച് നമ്മളെ മാത്രമല്ല നമ്മുടെ സിസ്റ്റത്തെ. അപ്പൊ ഞാൻ പറയുന്ന, അല്ലെങ്കിൽ ദൈവം ഈ ദിവസങ്ങളിലൊക്കെ പഠിപ്പിച്ച, പ്രാർത്ഥിപ്പിച്ച് മനസ്സിലാക്കിപ്പിച്ച കാര്യം, ഇപ്പൊ എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയുന്നത്. അപ്പോൾ ഞാനിത് പറയുമ്പോൾ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുകയും വേണം. അതായത് എൻ്റെ മണ്ഡലം, എൻ്റെ കുടുംബം, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് മേഖലയോ, അല്ലെങ്കിൽ എൻ്റെ പ്രൊഫഷണലായിട്ട് ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ, ശുശ്രൂഷയുടെ ഉത്തരവാദിത്തങ്ങൾ, എൻ്റെ നിത്യജീവൻ്റെ ഉത്തരവാദിത്തങ്ങൾ, ഈ സാധനങ്ങളിലൊന്നും സാത്താൻ തൊടാൻ പോലും അനുവദിക്കരുത്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ദിവസവും ദൈവം എന്നോട് പറഞ്ഞ എല്ലാ ദിവസവും
യേശുവിന്റെ നാമത്തിൽ ദുഷ്ടപിശാചിനെ. എനിക്ക് 4 മണ്ഡല ദൈവം തന്നേക്കണം. 4 മണ്ഡലം. ഫസ്റ്റ് മണ്ഡലം അല്ലെങ്കിൽ എൻ്റെ ഉത്തരവാദിത്ത മേഖല എന്ന് പറയുന്നത് എൻ്റെ നിത്യജീവൻ തന്നെ ഫസ്റ്റ്. അടുത്ത മണ്ഡലം എൻ്റെ കുടുംബമാണ്. 3ാമത്തെ മണ്ഡലം എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയാണ്. അതിൻ്റെ പ്രയോറിറ്റി പോകണം നോക്കിയേ. 4ാമത്തെ മണ്ഡലമാണ് ഈ പറഞ്ഞ എൻ്റെ ബിസിനസ്സോ അല്ലെങ്കിൽ എനിക്ക് 3 കമ്പനി ഉണ്ട്. ആ 3 കമ്പനി എനിക്ക് ഭൗതികമായ ചില വാഗ്ദത്തങ്ങൾ അതൊക്കെ കംപ്ലൈൻ ചെയ്ത് ഒറ്റ മണ്ഡലം ആക്കിയിട്ടുള്ളൂ ദൈവം. പ്രയോറിറ്റി നോക്കണമേ. ഓ ഹല്ലേലൂയ. ഇതൊന്നും ഞാൻ വെറുതെ പറയണല്ല, പരിശുദ്ധാത്മാവ് എന്നോട് വെളിപ്പെടുത്തിയ കാര്യം പറയുന്നത്. അപ്പോൾ ഈ 4 മണ്ഡലങ്ങളെ ദുഷ്ടൻ തൊടാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഇതിനെക്കുറിച്ച് ബോധം വേണം. യേശുവിൻ്റെ നാമത്തിൽ ഈ പറഞ്ഞ് എന്നും പരീക്ഷയിലകപ്പെടാതിരിക്കാൻ, എന്നും ഈ അന്ധകാര ശക്തികളെ ഈ പറഞ്ഞ മണ്ഡലത്തിലുള്ള വ്യക്തി ജീവിതങ്ങളെയോ കാര്യങ്ങളെയോ ഗവൺമെന്റ്സിനെയോ നിയമമോ എന്തൊക്കെ സിസ്റ്റമാണ് അത് അവിടെ ഒന്നും ദുഷ്ടപിശാചിന് തൊടാൻ അനുവാദം കൊടുക്കാതിരിക്കുക എന്നുള്ളത് എൻ്റെ കപ്പാസിറ്റിയാണ്, എൻ്റെ ഉത്തരവാദിത്തമാണ്. അത് നമ്മൾ പ്രാർത്ഥിച്ചോണം. ഇതൊന്നും പ്രാർത്ഥിക്കാതെ സാത്താൻ കയറി നിരങ്ങിയിട്ട് അയ്യോ വാവെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു നോളജ് സിസ്റ്റമാണ്. ദിസ് ഇസ് എ നോളജ്. ഹല്ലേലൂയ. അത് നമ്മുടെ ഇതേ സെയിം എൻ്റെ രീതി. ഇതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തമാണല്ലോ ഏൽപ്പിച്ചിട്ടുണ്ട്. നിത്യജീവൻ ഓഫ് കോഴ്സ് എല്ലാവർക്കും ഉണ്ട്, കുടുംബം മിക്കവാറും എല്ലാവർക്കും ഉണ്ട്, ശുശ്രൂഷ മിക്കവാറും എല്ലാവർക്കും ഉണ്ട്. യെസ് ഹല്ലേലൂയ. അതുപോലെ തന്നെ ജോലി ഉണ്ടെങ്കിൽ ജോലി. പ്രിയ ദൈവമക്കളെ, ഈ പറഞ്ഞ മേഖലകളിലൊന്നും ദുഷ്ടം തൊടാതിരിക്കാൻ വേണ്ടി എന്നും പ്രാർത്ഥിച്ചോണത്. എന്നും എന്നും എന്നും. ഹല്ലേലൂയ. എന്നിട്ട് നമ്മുടെ ജീവിതം തുറന്നു നോക്കുക. എന്നിട്ട് ഇതിനെ മൊത്തം പൂട്ടിയിട്ട്, സാത്താനെ മൊത്തം പൂട്ടിയിട്ട് ഹല്ലേലൂയ എന്ത് ചെയ്യണമെന്ന് ദൈവത്തോട് ചോദിച്ചു. ഓരോ കാര്യം, ഈ കാര്യം ഞാൻ എങ്ങനെ ഡീൽ ചെയ്യണം, ഈ കാര്യം എങ്ങനെ ഡീൽ ചെയ്യണം എന്ന് ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം 1 by 1 ആയിട്ട് കാര്യം എങ്ങനെ ഡീൽ ചെയ്യേണ്ടതെന്ന് പറയും. ഹല്ലേലൂയ. എൻ്റെയൊക്കെ ലൈഫിൽ ഞാൻ കൂടുതൽ സമയം ദൈവത്തിന്റെ സന്നിധിയിൽ സ്പെൻഡ് ചെയ്യുകയാണ്. കാരണം ദൈവം എനിക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു തരും. അതിനുവേണ്ടി ചിലപ്പോൾ എനിക്ക് ഒത്തിരി മണിക്കൂറുകൾ ദൈവത്തിന്റെ സന്നിധിയിൽ ചെലവഴിക്കേണ്ടി വരും. ചിലപ്പം 3 മണിക്കൂർ, 4 മണിക്കൂർ, 5 മണിക്കൂർ, 6 മണിക്കൂർ, ചിലപ്പോൾ ഒരു ദിവസമോ ചിലപ്പോൾ ഉപവാസമോ എടുക്കേണ്ടി വരും. പക്ഷേ ഗുണം എന്നാന്ന് വെച്ചാൽ ദൈവം തന്ന ആ ദൈവത്തിന്റെ സിസ്റ്റം ദൈവത്തിൽ നിന്ന് റിസീവ് ചെയ്തിട്ട് അത് ഒറ്റ അടിക്കുക. അതായത് ഞാനൊരു 10 വർഷം ചെയ്യാത്ത കാര്യം ചിലപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് നടക്കും. വി ജസ്റ്റ് റിസീവ് ഇറ്റ്, ഗെറ്റ് ഇറ്റ്, എംപവർ ഇറ്റ്, അറ്റാക്ക് ഇറ്റ്. അത് ഞാൻ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പറയുന്നത്. ഹല്ലേലൂയ. യേശുവിന് ഹല്ലേലൂയ. 5 മീനും ഹല്ലേലൂയ. അത് വാഴ്ത്തി കൊടുത്ത് അതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ജസ്റ്റ് വാഴ്ത്തി അതിനെ കൊടുക്കുക. പിന്നെ ജസ്റ്റ് സ്റ്റാർട്ട് ഇറ്റ്. അതങ്ങ് നടന്നു. പക്ഷെ അത്രയും കാര്യം ഒന്ന് അറേഞ്ചായി വരാൻ അത് കുറച്ച് ആദ്യം യേശു അവരെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചു. ഈ പറഞ്ഞ ഒരു മാലന്റെ അതുണ്ടെന്ന് പറഞ്ഞു ഇവരെ കൊണ്ട് ഇത്ര ഓടിക്കും. ഹല്ലേലൂയ. ഇനി പത്രോസിന് ആ മീൻ ടാക്സ് കൊടുത്ത സംഭവം. ഹല്ലേലൂയ. പത്രോസ് എന്തുകൊണ്ട് ടാക്സ് കൊടുക്കണം? അല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രന്മാർ, സ്വന്തം പുത്രന്മാർ ടാക്സ് കൊടുക്കുന്ന വിഹിതമോ അല്ലയോ? അതായത് എന്തുകൊണ്ട് ഇത് കൊടുക്കണം, എന്തുകൊണ്ട് കൊടുക്കണം എന്ന് ആദ്യം പഠിപ്പിച്ച് വലിയ കാര്യങ്ങൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞാൽ കൂടുതൽ സമയം എടുക്കും, കൂടുതൽ വാക്യങ്ങൾ എടുത്തേ. എന്നിട്ട് ഈ കാര്യം സാധിപ്പിക്കാൻ യേശു എന്താ ചെയ്തത്? ഒറ്റ വാക്യം. നീ ചെന്ന് കടയിൽ ചെന്ന് ചൂണ്ടലിട്ട് മീൻ പിടിച്ച് കിട്ടുന്ന അതിന്റെ ആ മത്സ്യത്തിന്റെ വായിൽ എനിക്ക് നിനക്കുള്ള പണമുണ്ട്. വെരി ക്ലിയർ കട്ട് ഇൻസ്ട്രക്ഷൻ. ട്രൈ ടു പ്രാക്ടീസ് ഇറ്റ്. പ്രാക്ടീസ്. ഇത് നമുക്ക് നടക്കും, നമുക്കും പറ്റും. നമ്മൾ ഈ വലിയ ഈ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട് യേശുവിന്റെ സന്നിധിയിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ജീസസ് അല്ലേ റെഡി ആക്കിയിട്ട് ഇങ്ങനെ നോക്കുക. പിന്നെ ഞാൻ വേറെ കേസ് ഞാൻ പറയാം. ഞാൻ ഇത് എൻ്റെ ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഞാൻ പറയണേ. ഹല്ലേലൂയ. എനിക്ക് ഇത്രയും 40-45 ആകാൻ പോണു. ഹല്ലേലൂയ. അപ്പൊ ആ വർഷങ്ങൾ എടുത്ത് അത്രയും വർഷങ്ങളിൽ ദൈവം കൂടുതൽ സമയവും എടുത്തത് അല്ലെ എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചത് ഞാൻ ശരിയാകാനാണ്. അതായത് നമ്മളിലുള്ള എനിക്ക് പണിയപ്പെടാൻ തന്നെ ഒത്തിരി വർഷങ്ങൾ എടുത്തു. പലപ്പോഴും നമ്മൾ പലതും പഠിപ്പിക്കാൻ നമ്മുടെ ബാഡായിട്ടുള്ള പല സാധനങ്ങളും മാറി
നല്ല റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവാൻ ദൈവം വചനങ്ങൾ തരുമ്പോൾ അത് നൽകാൻ അതായത് എഡ്യൂക്കേഷൻ ഒത്തിരി സമയം എടുത്ത് എന്നിട്ട് ഞാൻ എന്നെ പർട്ടിക്കുലർ ആക്ടിവിറ്റീസിലോട്ട് അല്ലെങ്കിൽ ഞാൻ ഇത്രയും നാൾ ചെയ്തു വന്നിരുന്ന ആക്ടിവിറ്റി എൻ്റെ ട്രെയിനിങ്ങിൽ പെട്ട ഒരു സംഭവമായിരുന്നു. ആക്ച്വലായിട്ട് ദൈവം ഉദ്ദേശിച്ച കാര്യത്തിലോട്ട് റീസെന്റ് എന്നെ ഇറക്കിയിട്ടേ ഉള്ളൂ. ദൈവം ഉദ്ദേശിച്ച എൻ്റെ ടാസ്ക് വളരെ ചെറുപ്പം മുതൽ എന്നോട് പറഞ്ഞ സാധനം റീസെന്റ് എന്നെ ഇറക്കിയിട്ടേ ഉള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ഇത്രയും വർഷം എന്നെ എഡ്യൂക്കേറ്റ് ചെയ്യുമായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ പ്രിയ ദൈവമക്കളെ, ഇതൊക്കെ ബൈബിളിൽ നോക്കിയാലും നിങ്ങളുടെയൊക്കെ പേഴ്സണൽ ലൈഫിൽ നോക്കിയാലും ഈ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് പോകേണ്ടത്. ഇതിനൊക്കെ പാര വെക്കുന്നത്, തടസ്സം ഇടുന്നത് ഒറ്റ സാധനമാണ്. നമ്മൾക്കിത് അറിവില്ലാതിരിക്കുക. സാത്താൻ നമ്മളെ ചെയ്യുന്ന ഏറ്റവും വലിയ തന്ത്രം ഇതാണ്, നമ്മളെ ഈ കാര്യമൊന്നും പഠിപ്പിക്കാതിരിക്കുക. അപ്പോൾ ദൈവമക്കളെ, ഞാൻ ആത്മാർത്ഥമായിട്ട് ഏറ്റവും നമ്മൾ ഒത്തിരി പഠിക്കാനുണ്ട്. ദൈവമേ, നിന്റെ സത്യം എന്നെ മനസ്സിലാക്കണമേ, നിന്റെ സത്യം എന്നെ പറഞ്ഞു തരണമേ എന്ന് പറഞ്ഞ് അവന്റെ സന്നിധിയിൽ പരിശുദ്ധാത്മാവിന്റെ ആ സഹായത്തോട് ഇരുന്ന് വരുമ്പോഴാണ് ഓരോ കാര്യങ്ങൾ വെളിപ്പെട്ട് വരുന്നത്. ഹല്ലേലൂയ. ഞാൻ പറയാണ്, അത് ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ഇതിന്റെ AI വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ ഫിലോസഫിക്കലോ ഹിസ്റ്റോറിക്കലോ അല്ലെങ്കിൽ ഇതിന്റെ തിയോളജിക്കലോ അതുപോലത്തെ സാധനങ്ങളൊക്കെ അതല്ല ശരിക്കും പറഞ്ഞാൽ ദൈവം ഉദ്ദേശിക്കുന്നത്. ഹല്ലേലൂയ. ഈ പുസ്തകം യേശു ഇറങ്ങി വന്ന വചനമാണ്. നമുക്ക് തന്ന വചനമാണ്. ആ തന്നത് യേശു നമ്മളെ പറഞ്ഞ അവനാകുന്ന വഴിയിൽ, അവനാകുന്ന ജീവന്, അവനാകുന്ന സത്യത്തിൽ നമ്മൾ ആയിരിക്കുക എന്നുള്ള സിസ്റ്റമാണ് വേണ്ടത്. ഹല്ലേലൂയ. ആ കാര്യം നമ്മൾ നടക്കണില്ലെങ്കിൽ, യേശുവിന്റെ സ്വഭാവവും യേശുവിന്റെ സിസ്റ്റവും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നില്ലെങ്കിൽ നമ്മൾ ഈ കാര്യം ചെയ്തിട്ട് എന്ത് കാര്യം? ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഓ ജീസസ്. ആമേൻ, ആമേൻ. മത്തായി സുവിശേഷത്തിൽ തന്നെ നമ്മൾ എപ്പോഴും, ഞാൻ കഴിഞ്ഞ ആഴ്ചയും അത് പറഞ്ഞതാണ്, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് അനുസരിക്കാത്ത അതിനകത്ത് വേറൊരു രസം ഞാൻ കാണിച്ചുതരാം. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. ഈ വാക്യം എല്ലാവർക്കും അറിയില്ലേ? ഇത് നമ്മുടെ എല്ലാവരുടെയും ബൈബിൾ സെയിം തന്നെയല്ലേ? ഈ വാക്യത്തിൽ അതിന്റെ വ്യാഖ്യാനം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ദൈവം കുറച്ച് വചനം പറഞ്ഞായിരുന്നു, ആ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും ചെയ്യാത്തവനൊക്കെയും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ യേശു, അപ്പൊ ഇത് ദൈവം തന്നെ ഇവിടെ വ്യാഖ്യാനം തന്നു. ദൈവം വ്യാഖ്യാനം തന്നിട്ട് നമ്മൾ പലപ്പോഴും ഭൂരിപക്ഷം ഞാൻ കേട്ടേക്കുന്നത് യേശു ആകുന്ന പാറമേൽ, യേശു പാറ തന്നെയാണ്, നോ ഡൗട്ട്. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ആഴ്ചക്കാലം പത്രോസിന് മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ ആ കോണ്ടസ്റ്റിൽ പാറ തന്നെയാണ്, നമ്മൾ പാറക്കഷ്ണമാണ്, അത് ചേർത്ത് പണിയാൻ വേണം. പക്ഷെ ഈ പറയുന്ന വചനത്തിൽ അതില്ല. ഇവിടെ പറയുന്നത് യേശു കുറച്ച് വചനങ്ങൾ പറഞ്ഞു, അത് കേട്ട് പണിയുന്നവനാ പാറ. അതിനകത്ത് യേശു പാറ എന്നുള്ള കൺസെപ്റ്റ് ഇല്ല. പക്ഷേ സാത്താൻ നമ്മളെ പൊട്ടനാക്കുവാണ്. ഈ ഭാഗത്ത് ഇല്ലാത്തൊരു സാധനം നമ്മൾ കയറി പിടിക്കുകയാണ്, യേശു എന്ന പാറ. സാത്താൻ എന്നാ ഇതേ പാറ മത്തായി സുവിശേഷം 16-ാം അധ്യായം നമുക്ക് തോന്നത്തില്ല. മത്തായി സുവിശേഷം 16-ാം അധ്യായം നമ്മൾ കഴിഞ്ഞ ആഴ്ചക്കാലം കണ്ട യേശു ആകുന്ന പാറമേൽ ചേർത്ത് പണിയപ്പെട്ട കല്ല ഞാന്. ഹല്ലേലൂയ. പക്ഷെ അവിടെ അത് തോന്നത്തില്ല, ഇവിടെ തോന്നുകയും ചെയ്യും. പ്രിയ ദൈവമക്കളെ, സാത്താൻ നമ്മുടെ ചിന്താ സിസ്റ്റത്തെ, നമ്മുടെ സ്പിരിറ്റിനെ ആക്സസ് ചെയ്ത് വെറും പൊട്ടം കളിപ്പിച്ച് നമുക്ക് നിത്യജീവൻ വരെ ത്രെട്ടാണ് അവസ്ഥ വരല്ലേ. ഹല്ലേലൂയ. ആത്മാവിനെ ഹല്ലേലൂയ. ഈ ആത്മാവിനെ യേശുവിനെ കൊടുത്തിട്ട് വേറൊരു കുഞ്ഞിനെ പോലെ, ദൈവം എനിക്ക് ഈ വചനം അറിയില്ല, എന്നെ ഇത് പഠിപ്പിക്കണമേ, നിന്റെ സത്യത്തിൽ എന്നെ നടത്തണമേ എന്ന് താല്പര്യത്തോടെ അവന്റെ സന്നിധി ചെന്ന, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമുക്ക് ആ സത്യം ദൈവം ഹല്ലേലൂയ വ്യക്തമായി പറഞ്ഞു തരും. ഹല്ലേലൂയ. എനിക്ക് അറിയുന്നില്ല പരിശുദ്ധാത്മാവ് എന്തിനാ ആമൻ ഈ ലെവലിൽ ഹല്ലേലൂയ കൊണ്ടുപോകുന്നത് എന്ന്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ദൈവത്തിന് വളരെ അത്ഭുതങ്ങളെ ചെയ്യുവാൻ പറ്റും. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ, ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. ഹല്ലേലൂയ. ഇവിടെ അബ്രഹാമിന്റെ കാര്യത്തില് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ അബ്രഹാം ഉറപ്പായിട്ട് ദൈവം പറഞ്ഞതാണ്,
ഈ അബ്രഹാമിന്റെ ഈ മകൻ ഇവൻ ഒരു കാരണവശാലും മരിക്കത്തില്ല, അല്ലെങ്കിൽ മരിക്കോ, അല്ലെങ്കിൽ മരിച്ചാൽ തന്നെ അവനിൽ നിന്ന് ദൈവം പ്രവർത്തിക്കുന്നുള്ള കാര്യം അബ്രഹാമിന് ഭയങ്കരമായിട്ട് അറിയായിരുന്നു. അതിന്റെ ആ ഒരു ലെവലിലോട്ട് അബ്രഹാമിനെ ആക്കിയത് ഈ ദൈവവുമായിട്ടുള്ള ആ രഹസ്യമായ ബന്ധത്തിൽ അത്ര ആഴത്തിലുള്ള ഡീപ് ഫ്രണ്ടാണ് അബ്രഹാം. ഹല്ലേലൂയ. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. അപ്പൊ അബ്രഹാമിന് അവിടെ ഭയങ്കര വിശ്വാസികളുടെ പിതാവ്, വിശ്വാസമാണ്. ഇനി ഹാഗാറിനെ നോക്ക്. ഹാഗാറിന്റെ കാര്യത്തില് നമുക്കറിയാം, ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ഹാഗാർ ഈ സാറയുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് ഈ ഹാഗർ ആദ്യം ഇവന് പ്രഗ്നന്റ് ആയിരുന്നപ്പോൾ ഓടിപ്പോയായിരുന്നു. ബൈബിളിലുണ്ടല്ലോ, നമ്മൾ വചനത്തിൽ നമുക്കറിയാമല്ലോ, ഈ ഉൽപ്പത്തി പുസ്തകം 19 അധ്യായം തോന്നുന്നു. ആ സമയത്തും ദൂതൻ വന്ന് ഹാഗാറിനോട് ചോദിച്ചു, ഹാഗാറെ നീ എവിടെ പോകുന്നു? സാറയുടെ ദാസിയ ഹാഗാർ, അങ്ങനെയൊക്കെ വിളിച്ചാൽ തോന്നുന്നു. ആ ഓരോ വാക്കിനും ഒക്കെ ഭയങ്കര പ്രസക്തിയുണ്ട്. അപ്പോ ഹാഗാർ പറഞ്ഞു, ഞാൻ സാറേനെ വിട്ട് ഓടിപ്പോവാ. അപ്പൊ ദൂതൻ എന്താ പറഞ്ഞ, നീ തിരിച്ചല്ലേ, തിരിച്ചു പറഞ്ഞു വിട്ടു. പക്ഷെ വെറുതെ പറഞ്ഞു വിടുകയല്ല, അവിടെ ദൂതൻ വ്യക്തമായിട്ടൊരു വലിയൊരു ദൈവത്തിന്റെ പ്ലാൻ അവിടെ പറഞ്ഞായിരുന്നു. ഇവനെ വലിയ ജാതിയാക്കും, ഇവന്റെ പേര് ഇസ്മായിൽ എന്നിടണം. അവന് കാട്ടു കഴുതയെ പോലെ അവന് മറ്റുള്ളവർക്ക് എതിരായിട്ട് വസിക്കും, അല്ലെങ്കിൽ എതിരായി പാർക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു ഇത് തന്നില്ലേ, കൊടുത്തില്ലേ? ഇനി ഹാഗാർ ഈ അബ്രഹാം ഹാഗാറിനെ പറഞ്ഞു വിട്ട സമയത്ത്, ഒരു തുരുത്തി വെള്ളവും കുറച്ച് അപ്പവും പറഞ്ഞു വിട്ട സമയത്ത് ഈ ഹാഗാർ വിശ്വാസത്തിലൊക്കെ ഹാഗാർ ഉറപ്പിച്ചു, എന്റെ മകൻ മരിക്കും. മകന്റെ മരണം കാണണ്ടെന്ന് പറഞ്ഞിട്ട് അമ്പിമ്പാട് ദൂരത്ത് പോയി കരയുന്നൊരു ഹാഗാർ ഇല്ലേ? അതായത് നേരത്തെ ഓൾറെഡി ദൈവം പറഞ്ഞ കാര്യമുണ്ട്, അതൊക്കെ വിട്ടു, അതൊക്കെ മറന്നു. അപ്പൊ അതായത് ഈ ദൈവത്തിനെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ മരിക്കാൻ പോവാ, വെള്ളം പോലും ഇല്ല, അപ്പവും ഇല്ല, എന്ത് ചെയ്യും? ഹല്ലേലൂയ. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന. ഹല്ലേലൂയ. എന്നിട്ട് ദൈവം അവിടെ പ്രവർത്തിക്കാതിരുന്നോ? പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസം അല്ല അവിടെ പ്രധാനം. ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം ചെയ്തിരിക്കും. പക്ഷെ ദൈവം അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ തന്നെ ദൈവം തന്നെ ആരെയും കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് കാര്യം സാധിപ്പിച്ചെടുക്കും. ആ സമയത്ത് അവിടെ പ്രാർത്ഥിച്ച ഇസ്മായിലാണ്. അബ്രഹാമും പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം, അബ്രഹാം പറഞ്ഞു വിട്ട സമയത്ത് ഉറപ്പായിട്ടും പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം. പക്ഷെ ഫ്രം ഹാഗാർസ് പോയിന്റ് ഓഫ് വ്യൂ, ഷി വാസ് ഫെയിലർ ഇൻ ഫെയ്ത്ത്. അവള് ഫെയിലർ ആയിരുന്നു. പക്ഷേ ഞാൻ പറയുന്ന വചനത്തിന്റെ പ്രിൻസിപ്പിളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം ഒരു കാര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ദൈവം നടത്തിയിരിക്കും. ഹല്ലേലൂയ. നടത്തിയിരിക്കും. ദൈവം അത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കും. ഹല്ലേലൂയ. അതിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കേണ്ടവനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് ചെയ്തിരിക്കും. ദൈവം പറഞ്ഞതാണെങ്കിൽ, കാരണം ദൈവത്തിന് ഉത്തരവാദിത്തമായി പോയി, അത് ചെയ്തിരിക്കും. നമ്മൾ വിശ്വാസം ഇല്ല, റിബല്യസ് ആയിട്ട് കടന്നു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ അതിനകത്ത് ചില കോൺസിക്വൻസ് വരും, അത് വേറെ കാര്യം. പക്ഷെ ദൈവം പറഞ്ഞ സാധനം ദൈവം ചെയ്തിരിക്കും. അല്ലേ? നമുക്കത് അനുഗ്രഹമാകണമെങ്കിൽ ആമേൻ. യെസ്, നമ്മൾ ചില കാര്യങ്ങൾ ആമേൻ ഹല്ലേലൂയ അവിശ്വാസത്തോടെ തന്നെ ഏറ്റെടുക്കണം. ഹല്ലേലൂയ. നമ്മളിത് ഇപ്പോ ശൗൽ രാജാവ് ആ ശൗമേൽ കൽപ്പിച്ച അവധി വരെ വെയിറ്റ് ചെയ്ത മനുഷ്യനാണ്. ശൗലിന് എഗൻസ്റ്റ് ആയിട്ടൊരു വലിയ പടയാ, ലക്ഷക്കണക്കിന് ആൾക്കാരും 36,000 രഥമൊക്കെ കയറിയ വന്നേക്കണേ. മാനുഷികമായി നോക്കുമ്പോൾ ശൗല് ചെയ്ത് കറക്റ്റാണ്. ശൗൽ അത്രയും പ്രഷറിലാണ് അത് ചെയ്തത്. പക്ഷേ ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന ആ വചനത്തിൽ നിന്നൊക്കെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ശൗമേൽ വന്നിട്ട് പറയുന്നത്, നീ ചെയ്തത് ഭോഷത്വം, നീ ചെയ്തത് ഭോഷത്വം, നിന്റെ രാജ്യത്തെ സ്ഥിരമാക്കുമായിരുന്നു, നീ ഇപ്പൊ അത് കളഞ്ഞു കുളിച്ചു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മളൊരു വിശ്വാസിയാണെങ്കിൽ ഈ രഹസ്യത്തിൽ കാണുന്ന ഈ ദൈവവുമായിട്ട് അത്ര അടുത്ത് വരുമ്പോൾ പ്രശ്നം എന്താണെന്നറിയോ? നമ്മുടെ ലൈഫിൽ നമുക്ക് ദൈവം പറഞ്ഞേ ചെയ്യാവൂ. ദൈവം പറയാതെ നമ്മുടെ സ്വന്തം ഐഡിയ പ്രകാരം ചെയ്യരുത്. ഇതൊക്കെ വചന സത്യമാണ്, വചനത്തിന്റെ പ്രിൻസിപ്പിളാണ്. ടഫാണ്, പക്ഷെ ഇതാണ് പ്രിൻസിപ്പിൾ. ഹല്ലേലൂയ. അതിനകത്തുള്ള ഭയങ്കര ഒരു സത്യമല്ലേ? ആ ശൗൽ രാജാവിന് രാജ്യത്വം പോയി.
ഈ ഏറ്റവും രസമുള്ളൊരു കാര്യം, ഈ ആ ഒരു ശൗമേൽ 1 ശൗമേൽ 13-ാം അധ്യായത്തില് തുടക്കത്തിൽ തന്നെ എഴുതിയേക്കുന്നത് എന്നാ അറിയോ? ശൗൽ ഇസ്രായേലിന് 2 വർഷം വാണു. ശരിക്കും ശൗൽ 42 വർഷം വാണതാ. പക്ഷെ ദൈവത്തിന്റെ കണക്കിൽ ജസ്റ്റ് 2 ഇയേഴ്സ് ആ മൊമെന്റിൽ, അല്ലെങ്കിൽ ആ ഒരു സംഭവം കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ എടുത്തു കളഞ്ഞു. പ്രിയ ദൈവമക്കളെ, അവന് ഒരു പ്രോപ്പറായിട്ട് രാജാവായി വരാമായിരുന്നു. പലപ്പോഴും നമ്മൾ ക്ഷമയില്ലാതെ, ദൈവത്തിൽ നിന്ന് കേൾക്കാതെ, യേസാമൻ ഓരോ കാര്യത്തിൽ എടുത്ത് ചാടി പുറപ്പെടുമ്പോൾ, ഹല്ലേലൂയ, വി ആർ ലോസിങ് മെനി തിങ്സ്. ഇതിന്റെ ഒക്കെ ഒരു കാര്യം എന്നാ അറിയോ? ആ രഹസ്യത്തിലുള്ള പിതാവുമായിട്ടുള്ള ബന്ധമില്ല നമുക്ക്. ആ രഹസ്യത്തിലുള്ള പിതാവുമായിട്ട് ബന്ധം ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് നോക്ക്. പുതിയ ജീവിതം നയിച്ചു നോക്ക്. റൂഹേനെ യേശുവിൽ കൊടുക്ക്. അന്ധകാര ശക്തികളെ സ്റ്റോപ്പ് ചെയ്യുക. പുതിയ ജീവിതം നയിക്കുക. യെസ്, ഈ വചനങ്ങളാ ദൈവം നമ്മളെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിച്ചത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിച്ചുകൊള്ളുന്നു.